നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലാണ് സാധാരണഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാദപ്രതിവാദങ്ങൾ നടത്താറുള്ളത്. ഭരണപക്ഷം പ്രതിപക്ഷത്തെ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ, അവരുടെ ഭരണം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ, പ്രതിപക്ഷം ഏത് വിധേനയും ഭരണപക്ഷത്തെ ആക്രമിച്ച് ഭരണത്തിലെത്താൻ ശ്രമിക്കും. എന്നാൽ കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ. ആ അവസ്ഥ എന്ന് പറയുന്നത് ഇടത് വലത് മുന്നണികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് BJP ആക്രമിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് BJP ഇങ്ങനെ ആക്രമണത്തിന് ഇരയാകുന്നതെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതിന് കാരണം BJP ഒരു രാഷ്ട്രീയ ശക്തിയായി കേരളത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്രയും കാലം CPM-ഉം കോൺഗ്രസും ചേർന്നുണ്ടാക്കിയ നറേറ്റീവുകൾ പൊളിച്ചടുക്കിക്കൊണ്ട് BJP വലിയ രീതിയിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. കേരളത്തിൽ ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളെ ചുറ്റിപ്പറ്റിയായിരുന്നു മുഴുവൻ തെരഞ്ഞെടുപ്പ് രംഗത്തും ചർച്ചകൾ നടന്നത്. അതിലൊന്ന് ഗുരുവായൂരിൽ നിന്ന് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണനെയും തിരുവനന്തപുരത്ത് നേമത്ത് നിന്ന് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ ചുറ്റിപ്പറ്റിയായിരുന്നു. രണ്ടുപേരുടെയും നോമിനേഷൻ തള്ളിപ്പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരുടെ മുന്നിലേക്ക് നോമിനേഷൻ തള്ളിപ്പോകാതെ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഹിന്ദു പരാമർശം നടത്തി എന്നുള്ളത് കൊണ്ട് വർഗീയവാദി എന്ന് ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം ഉടനീളം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗത്തെ കുറ്റപ്പെടുത്തിയാൽ മാത്രമേ അത് വർഗീയ പരാമർശമാവുകയുള്ളൂ. ഒരു ഹിന്ദു MLA വേണം എന്ന് പറയുന്നത് വർഗീയമാവില്ല എന്ന് തീർച്ചയായും അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ അറിയാം. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. ഇത് പറഞ്ഞു പരത്തുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് മാത്രമാകില്ല ചിലപ്പോൾ എത്തരമൊരു നറേറ്റീവുകൾ ചിലരുടെയെങ്കിലും മനസ്സിൽ കയറിപ്പറ്റാനും തീവ്രമായി വർഗീയത ആളിക്കത്തിച്ച് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടിയെടുക്കാനും ഒക്കെയുള്ള ശ്രമമാണെന്ന് ജനങ്ങൾക്കൊക്കെ മനസ്സിലായി തുടങ്ങി. പണ്ടൊക്കെ ഈ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ CPM-ന്റെ വാലാട്ടുകളായി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം നറേറ്റീവുകൾ ജനങ്ങളിലേക്ക് എത്തുന്നത് CPM-ന്റെ വെർഷൻ മാത്രമാകും. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത്, സോഷ്യൽ മീഡിയ നിറഞ്ഞാടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം നറേറ്റീവുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞടുക്കുകയും ചെയ്യും. രണ്ടാമത്, നേമത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറെ, അത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ മുതൽ, ഇവിടെ മത്സരിക്കാൻ എത്തിയപ്പോൾ മുതൽ, 2024 തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ മുതൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പിറകെ നടന്ന് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ വന്നുവെങ്കിൽ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തെ നേരത്തെ ഒരു ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം, അങ്ങനെ ആരോപണങ്ങളെല്ലാം പൊളിച്ചെടുക്കിക്കൊണ്ട് വളരെ വ്യക്തവും കൃത്യവുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹം ഇതൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് നിയമപരമായി അദ്ദേഹം ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 2 പത്രികകളും, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക, ആ പത്രികയുമായി ബന്ധപ്പെട്ട് കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ അതും വാർത്തയാക്കാൻ മാധ്യമങ്ങൾ മത്സരിച്ചപ്പോൾ ഏതായാലും അത് ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കി, അതായത് ഇവരുടെ ആരോപണങ്ങൾ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയതോടെ അതും പൊളിഞ്ഞടുങ്ങുകയായിരുന്നു. അപ്പോൾ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് ഒരൊറ്റ ശത്രുവേ ഉള്ളൂ, അത് BJP ആണ്. അതിനെ BJP ആണ് ഇവർ ഒരു പൊതുശത്രുവായി കാണുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ 20% മാത്രം വോട്ടുള്ള ഒരു പാർട്ടി, ആ പാർട്ടിയെ ഇപ്പോൾ 2 മുന്നണികളും പേടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു ബദൽ മുന്നണി അല്ലെങ്കിൽ ഒരു 3ാം മുന്നണി ഉണ്ടാകാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിനം ദിനം കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും CPI-യിൽ നിന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും, അതുപോലെ ചെറുകിട രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ചേർന്ന് പ്രാദേശികമായ ചില ചെറുകിട രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട്. ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ BJP-യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ദളിതരുടെ റെപ്രസെന്റേഷൻ, ആദിവാസികളുടെ റെപ്രസെന്റേഷൻ, അങ്ങനെ പല ആൾക്കാരും BJP-യെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ ചുവടുകൾ ഇപ്പോൾ വച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാകും എന്നത് വളരെ സുനിശ്ചിതമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ BJP-യെ ഭയക്കുന്നു, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഭയക്കുന്നു, BJP-യുടെ നേതാക്കന്മാരെ ഭയക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒരു കൃത്യമായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. CPM-ഉം കോൺഗ്രസും അവർക്ക് പേടി വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു ഭയം വന്നിട്ടുണ്ട് എന്ന് അതിൽ ഒരു സംശയം ഞങ്ങൾക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് കുറച്ച് നമ്മളെല്ലാവരും ആലോചിച്ചാൽ, ഞങ്ങൾ 7-ാം തീയതി മാർച്ച് മുതൽ തുടങ്ങിയൊരു ക്യാമ്പയിനായിരുന്നു CPM കോൺഗ്രസ് രണ്ടല്ല,
ഒന്നാണ്. അത് ഔട്ട്ഡോർ ക്യാമ്പയിനും ഡിജിറ്റൽ ക്യാമ്പയിൻ വഴി നന്നായി ആ ക്യാമ്പയിൻ വൈറലാവുന്ന സമയത്താണ് കഴിഞ്ഞ 3 ദിവസം ആയി നമ്മൾ കാണുന്നത് കോൺഗ്രസ് പറയുന്നു CPM BJPന്റെ ബി ടീമാണ്, CPM പറയുന്നു കോൺഗ്രസ് BJPന്റെ ബി ടീമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ. ഒന്ന്, ഈ 2 അല്ല 1 എന്ന് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. അതിൻ്റെ ഉദാഹരണം ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഉദാഹരണം ശബരിമല കൊള്ള, ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം രാഷ്ട്രീയം, പിന്നെ വികസനമില്ലായ്മ, അഴിമതിയും ചെയ്യുന്ന 2 പാർട്ടി CPM-ഉം കോൺഗ്രസ് ആണെന്ന് ഈ 3 ഉദാഹരണമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. CPM കോൺഗ്രസ് 2 അല്ല 1. അതിൻ്റെ അപ്പുറം ഈ 2 പാർട്ടി അവരുടെ നിലപാട് കഴിഞ്ഞ ഈ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അവർ എന്തെല്ലാം ചെയ്തു ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒന്നാമത്തെ കാര്യം അതായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കോൺഗ്രസ് ചെയ്തൊരു പ്രചരണം, ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടാൻ പോകുന്നു, 120 സീറ്റ് കിട്ടാൻ പോകുന്നു, 150 സീറ്റ് കിട്ടാൻ പോകുന്നു. പിന്നെ ആരോ പറഞ്ഞു അല്ല 140 സീറ്റേ ഉള്ളൂ. അപ്പോൾ അത് മാറ്റി. അവർക്ക് കൃത്യമായി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അവർക്ക് അതൊന്നും കിട്ടാൻ പോകുന്നില്ല. അവരുടെ സ്ഥിതി ഇന്ന് സർവേ പ്രകാരം അതിൻ്റെ പകുതിയും കിട്ടില്ല. അതുകൊണ്ട് അവർക്കൊരു പെട്ടെന്ന് ഒരു അർജൻറ്റായിട്ട് മുസ്ലിം വോട്ടിനെ എങ്ങനെയെങ്കിലും പിടിക്കണം, 100% അത് കൺസോളിഡേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം. അത് എന്ത് ചെയ്തിട്ടാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്? അവരുടെ മനസ്സിലെ, ഞാനല്ല പറഞ്ഞത്. CPM-ന് പോകുന്ന മുസ്ലിം വോട്ടിനെ എങ്ങനെയെങ്കിലും പിടിക്കാൻ CPM BJPൻ്റെ ബി ടീമാണെന്ന് പ്രചരിപ്പിക്കാം. മറുവശത്തൊരു CPM ഉണ്ടല്ലോ. CPM-ഉം കോൺഗ്രസിൻ്റെ ഒരു മിനി വെർഷൻ അല്ലേ. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അല്ല രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിൻ്റെ BJPൻ്റെ ബി ടീം. അപ്പോൾ ഇതിന് പിന്നിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്കറിയാം ജനങ്ങൾ ഇത് ഏറ്റെടുക്കുന്നുണ്ട്, ഈ 2 പാർട്ടിയും 2 അല്ല 1. രണ്ടാമത്തെ കാരണം, അവർക്ക് മനസ്സിലാവുന്നുണ്ട് പണ്ട് കാലത്തെ ഇലക്ഷന് പോലെ മുസ്ലിം സഹോദര സഹോദരിമാരും ഇവരെ രാഷ്ട്രീയത്തിൻ്റെ ഇരകളാവാൻ അവർക്കും താല്പര്യമില്ല. അതിനുവേണ്ടി ഒരു പ്രചരണം നടത്തുന്നു. അതിൻ്റെ ഭാഗമായി ഈ CPM കോൺഗ്രസ് 2 അല്ല 1. അതിൻ്റെ ഭാഗമായി എനിക്ക് കുറച്ച് തെളിവ് മുമ്പോട്ട് വയ്ക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ വയ്ക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നും ഓർമ്മയുണ്ട്, ഈ ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും ഭീകരമായ അഴിമതി നടന്നത് 2004 മുതൽ 2014 ആയിരുന്നു. UPA സർക്കാരായിരുന്നു, കോൺഗ്രസിൻ്റെ സർക്കാരായിരുന്നു. കോൾഗേറ്റ്, 2G സ്കാം, കോമൺവെൽത്ത് സ്കാം, ഇതെല്ലാം നടന്നത് 2004 മുതൽ 2009 വരെ. ഫാർമേഴ്സ് ലോൺ സ്കാം നടന്നത് 2004 മുതൽ 2009 വരെ. ഈ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്നത് ആരുടെ പിന്തുണയായി ഉണ്ടായിരുന്നു 2004 മുതൽ 2009 വരെ? ഓർമ്മിക്കണം, CPM ആയിരുന്നു കോൺഗ്രസിൻ്റെ പാർട്ട്ണർ 2004 മുതൽ 2009. ഇത് മറക്കരുത്, ഞാൻ മറക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇന്ന് ആരാണ് ആരുടെ ബി ടീം എന്ന് ഒരു സാധാരണ മലയാളിയോട് ചോദിച്ചാൽ, ഞാൻ ഇനിയും പറയാണ്ട്, ഇപ്പോൾ തുടക്കമാണ്. പിന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. 10 കൊല്ലം
പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി, ഭരിക്കുന്ന പാർട്ടിയായിരുന്നു CPM. എല്ലാം ശരിയാവുമെന്ന വാഗ്ദാനം കൊടുത്ത് മാൻഡേറ്റ് കിട്ടിയ പാർട്ടിയായിരുന്നു CPM. ഒന്നും ശരിയായില്ല. പക്ഷേ ഓരോരോ കൊല്ലം 10 കൊല്ലത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ സമയത്ത് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്സ് വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടി എന്തെങ്കിലും പറഞ്ഞോ? കഴിഞ്ഞ 10 കൊല്ലം ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട്. ഒരു ചുക്കും പറഞ്ഞില്ല. അപ്പം എന്തുകൊണ്ട്? കാരണം CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നായിരുന്നു കഴിഞ്ഞ 10 കൊല്ലം. പിന്നെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ 2025, ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ചരിത്രം പറഞ്ഞു തരികയാണ്. തെളിവ് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയും CPM-നെ പൊളിക്കണ്ടേ? ഇത് നമ്മളെല്ലാം ഉത്തരവാദിത്തമല്ലേ? 2025 BJP സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിരുന്നു അയിരൂർ പഞ്ചായത്തിൽ. പക്ഷേ ആരാണ് കൈ പിടിച്ച് BJP-നെ ഡിഫീറ്റ് ചെയ്യാൻ നോക്കിയത്? കോൺഗ്രസും CPM-ഉം LDF-ഉം UDF-ഉം. ഇപ്പോൾ ആരാണ് ആരുടെ ബി ടീം? ഞങ്ങളെ തോൽപ്പിക്കാൻ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് വരുമ്പോൾ ആരാണ് ആരുടെ ബി ടീം? ഇത് ചോദിക്കേണ്ടതല്ലേ? ഇത് ഇപ്പോൾ നടന്നതാണ്, 4 മാസം മുമ്പേ. 2020 NDA തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിൽ 5 സീറ്റ് പിടിച്ചു. പക്ഷെ CPM-ന് അവിടെ പിന്തുണ കൊടുത്തത് ആരായിരുന്നു? UDF. അപ്പം ആരാണ് ആരുടെ ബി ടീം? ചോദിക്കേണ്ടതല്ലേ? പിന്നെ ഇവരുടെ ഒരു ഒത്തുകളി, അതിൻ്റെ ഞാൻ ഒരു 2-3 ഉദാഹരണം പറയുകയാണേ. 2006 UDF-ന്റെ N ശക്തൻ നേമം മണ്ഡലം ജയിച്ചത് 50.7% വോട്ട് ഷെയർ ഉണ്ട്. 2011 5 കൊല്ലം കഴിഞ്ഞിട്ട് UDF-ന്റെ വോട്ട് ഷെയർ 17%. ബാക്കി എവിടെ പോയി? കോൺഗ്രസ്, UDF, CPM-ന്റെ ശിവൻകുട്ടീനെ ജയിപ്പിക്കാൻ മൊത്തം വോട്ട് ട്രാൻസ്ഫർ ചെയ്തു 2011. ആരാണ് ആരുടെ ബി ടീം? 2016 കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ, നേമം മണ്ഡലത്തിൽ വോട്ട് ഷെയർ 9.7%. എന്തായിരുന്നു 2006? 50.7%. 2011 ശിവൻകുട്ടീനെ ജയിപ്പിക്കാൻ 17.38. 2016 9.7%. സുരേന്ദ്രൻ പിള്ളേനെ തോൽപ്പിച്ചു, ശിവൻകുട്ടീനെ ജയിപ്പിക്കാൻ നോക്കി. പക്ഷേ ജനങ്ങൾ രാജഗോപാലിനെ ജയിപ്പിച്ചു. അതേപോലെ തന്നെ 2021 ഇതേ ക്രോസ് വോട്ടിംഗ് K മുരളീധരനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ചെയ്തു. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇത് ഞാൻ തുടങ്ങിയാണ്ടല്ലോ, ഇത് 2 മണിക്കൂർ എടുക്കും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞു, ഞാൻ സമുദായ നേതാവുമാർക്ക് കാശ് കൊടുത്തിട്ടാണ് ജയിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ഞാൻ ജയിക്കാൻ പോകുന്നു. പേടിച്ചിട്ട് അതൊരു പ്രചരണം നടത്തി. ഇന്ന് അവർ കോർട്ടിൽ പറഞ്ഞു, ഇല്ല അത് ഞങ്ങൾ പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പ്രചരണത്തിൽ പോകുമ്പോൾ മാധ്യമസുഹൃത്ത് എന്നെ കണ്ടു, ഇതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് പറഞ്ഞു. എൻ്റെ വീടോ എൻ്റെ ഇൻകം ടാക്സോ ഇതിനെക്കുറിച്ച് കോൺഗ്രസ്സിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോർട്ടിൽ പോവുക, പരാതി ഫയൽ ചെയ്യുക. ഞാൻ തയ്യാറാണ് അതിന് ഡിഫെൻഡ് ചെയ്യാൻ. 20 കൊല്ലമായി ഞാൻ പോളിറ്റിക്സിൽ. ഒരു ഒറ്റ ബ്ലാക്ക് മാർക്ക് എൻ്റെ പൊളിറ്റിക്കൽ റെക്കോർഡിൽ ഇല്ല. കോൺഗ്രസ് പറഞ്ഞാലോ, കോൺഗ്രസ് ഒരു നുണ പറഞ്ഞാൽ അതിലൊരു മാറ്റം വരാൻ പോകുന്നില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. നന്ദി. 2 പേരും പേടിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ 0 ഉയർന്നു വരുമ്പോൾ 2 പേരുടെ വോട്ടാണ് നമ്മൾ കിട്ടുന്നത്. ഇപ്പോൾ ധർമ്മടവും പരവൂർ 2 സ്ഥലത്തും പോയല്ലോ, ഞങ്ങൾ അദാലത്ത് ചെയ്തല്ലോ.
അവിടെ ക്ലിയർ അല്ലേ? 20 കൊല്ലമായി കുത്തിയിരിക്കുന്ന ഒരു MLA ഒന്നും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഒരു എന്താ നിയോജക മണ്ഡലത്തിലും ജനങ്ങൾക്ക് കുടിവെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ മതിയായി എന്ന് അവർ പറഞ്ഞു. അത് പേടിച്ചിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. അല്ലെങ്കിൽ എന്തിനാണ് ഈ പുതിയ ഇപ്പോൾ ഒരു 15 ദിവസം മുമ്പ് എന്തിനാണ് ആരാണ് B ടീം ആരാണ് C ടീം എന്ന് പറഞ്ഞ് നടക്കുന്നത്? അത് നിങ്ങൾ ചോദിക്കണം. പെട്ടെന്ന് എന്താണ് ഈ B ടീം ആണെങ്കിൽ B ടീം തീരുമാനിക്കേണ്ടത് ഒരു കൊല്ലം മുമ്പേ അല്ലേ? ഈ രണ്ട് പാർട്ടിയും രണ്ടല്ല ഒന്നാണ് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞതാണ്. അപ്പോൾ അവർ ഞങ്ങളെ തോൽപ്പിക്കാൻ എന്തും ചെയ്യും, ഏത് ലെവലിൽ വരെയും പോവും. അതിൽ ഒരു സംശയമില്ല.